വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഗ്രീൻ പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്രീൻ പീസ് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ഈ നല്ലപോലെ കുതിർന്നിരിക്കുന്ന ഗ്രീൻ പീസ് ഒന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ പീസിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഗ്രീൻ പീസ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ തിള വരുന്നവരേക്ക് ഇതൊന്ന് ടൈറ്റായിട്ട് അടയ്ക്കേണ്ട അടപ്പ് ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. തിള വരുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഇതിൻ്റെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിരിക്കുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങൾ പച്ചക്കറികളും ബാക്കിയുള്ള സാധനങ്ങളും ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിരുന്നില്ല നേരത്തെ. ഗ്രീൻ പീസ് ഒന്ന് തിളച്ചിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസാക്കി മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഇതുപോലെ തന്നെ സ്ക്വയർ പീസാക്കി മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/4 ഭാഗമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പച്ചക്കറികൾ എടുത്തിരിക്കുന്നതിൻ്റെ 1/4 ഭാഗം മാത്രമേ ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബീട്രൂട്ട് കൂടിപ്പോയാൽ കളറ് വല്ലാതെ ചുമന്നു പോകും കറിക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബീട്രൂട്ട് മാത്രം ചേർക്കാൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ കളറ് കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഫുള്ള് നല്ലപോലെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ബീട്രൂട്ട് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത്രയും പച്ചക്കറികളോട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഗ്രീൻ പീസ് ഒന്നും പൊട്ടിപ്പോകാതെ നേരത്തെ ഒന്ന് ഇതുപോലെ കുറച്ച് സമയം തിളപ്പിച്ചാൽ ഗ്രീൻ പീസ് ഒട്ടും പൊട്ടിപ്പോകാതെ ശരിക്കും വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ ടൈറ്റായിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ഞി പോലെ അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വല്ലാതെ വെള്ളം ഒഴിച്ചാൽ അത് അരയില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ല പഞ്ഞി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾക്ക് കുക്കർ തുറന്ന് കഴിയുമ്പം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കുക്കർ തുറന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പച്ചക്കറികൾ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസ് എല്ലാം നല്ലപോലെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങെല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നേരത്തെ തിളച്ചതായിരുന്നു, പക്ഷേ എന്നാലും ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നിങ്ങൾക്ക് കറിക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെയും കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ ഈ തേങ്ങയുടെ അരപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലെ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ അരപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒത്തിരി സമയം തിളപ്പിക്കേണ്ട. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എല്ലായിടവും നല്ലപോലെ ചൂടായി കഴിഞ്ഞ് വരുമ്പം അതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ഇതായിരിക്കണം കറിയുടെ പാകം. അപ്പോൾ അതിന് ശേഷം ഒരു 1.5 സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി മസാലയാണത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഗരം മസാലയുടെ ടേസ്റ്റ് എല്ലാം കറിയിലേക്ക് പിടിക്കാൻ പാകത്തിന് ശരിക്കും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ കറിയുടെ പണി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കറിക്ക് അരയ്ക്കുന്ന തേങ്ങ നല്ല പഞ്ഞി പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പഞ്ഞി പോലെ അരിഞ്ഞ് കിട്ടിയാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്ന മാതിരി അതുപോലത്തെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല പഞ്ഞി പോലെ ചേർത്ത് അരയ്ക്കണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒന്ന് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും മാത്രം മതി. അത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കടുക് വറുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കറി. നല്ല എളുപ്പമാണ്, നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ശരിക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പത്തിനും പൂരിക്കും ചപ്പാത്തിക്കും എന്തിനും കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഈ കറി ഒന്ന് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ സെർവിങ് ബൗളിലേക്ക് കറി മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഞാനിത് കറി ഉണ്ടാക്കിയത് അപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ് ഈ കറി. മസാലക്കറി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഈ കുറുമ ടേസ്റ്റ് മാതിരി തന്നെ ഇതാ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഈ കറിയിലേക്ക് ഞാൻ തക്കാളിയോ സവാളയോ ഇതൊന്നും ചേർത്തിരുന്നില്ല. അപ്പോൾ തക്കാളി സവാള ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റും എല്ലാം ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് തരം പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് കോളിഫ്ലവർ വേണമെന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇത് മൂന്നും മാത്രം ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ഭംഗി. ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും ചേർത്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കറി കാണാനായിട്ട്. അപ്പോൾ അത് അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഒന്ന് കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു കറിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലാന്നുണ്ടെങ്കിലും ചട്നിയുടെ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക്